നിലവിലെ MP ET മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് അൽമാസ് ലൈറ്റ് വെക്കലാണ്. ആ അൽമാസ് ലൈറ്റിൽ വെക്കുന്നതിൽ വരെ വിമോചനമാണ് കാണിക്കുന്നത്. മുസ്ലിം ലീഗ് വാർഡിൽ മാത്രമാണ് ഇയാൾ അൽമാസ് ലൈറ്റ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ളത് വരുന്ന ആളാണെങ്കിൽ മതവിവേചനം മാത്രം നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു മെഡിക്കൽ കോളേജ് ഇല്ല. ഇപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാർ കോഴിക്കോട് എത്തണം. അപ്പോൾ നല്ലൊരു ഹോസ്പിറ്റൽ പോലും ഇന്ന് പൊന്നാനി പാർലമെൻറ്റിലില്ല. അപ്പോൾ ഒരു പ്രസവ കേസായാലും എന്ത് കേസാണെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് ആളുകൾ 1.5 മണിക്കൂർ സമയം എടുത്തിട്ടാണ് അവിടെ എത്തിയത്. ഞങ്ങൾ ഇവിടെ കുട്ടനാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ താമരക്കുറ്റി നടുവത്തി പാടശേഖര സമിതി. ഈ ഭാഗത്ത് അണക്കെട്ടുകൾ 6 അണക്കെട്ടുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതുകൊണ്ട് ഉപ്പുവെള്ളം കയറിയിട്ട് എല്ലാ പലതരത്തിലുള്ള കൃഷികൾ ചെയ്യാൻ കഴിയാവുന്ന ഈ പാടശേഖര സ്ഥലങ്ങളിൽ ഉപ്പുവെള്ളത്തിൻ്റെ കടന്നുകയറ്റം കൊണ്ട് കൃഷി ചെയ്യാൻ കഴിയാതെ വരികയാണ്. ഞങ്ങൾക്ക് കർഷകർക്ക് ഈ ചെറിയ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് കൂടാതെ സ്ഥിരമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പൂർണ്ണമായിട്ട് അണക്കെട്ടിൻ്റെ പണികളെല്ലാം തീർത്ത് ശുദ്ധജലം കിട്ടുന്ന രീതിയിൽ ഞങ്ങൾക്ക് ചെയ്തു തന്ന് സാധിച്ചാൽ ഈ ഭാഗം ഏറ്റവും കൂടുതൽ നെല്ല് മറ്റു എല്ലാ വിഭവങ്ങളും സംഭരിക്കാനും കൃഷി ചെയ്യാനും സാധിക്കുന്ന ഒരു ഏരിയ കൂടി ആണിത്. ഇവിടെ അഴിമുഖം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു പദ്ധതി, ഒരു ഉപ്പുവെള്ളം കൊണ്ട് കയറാതിരിക്കാനുള്ള ഒരു പദ്ധതി MP വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. കേന്ദ്രം ഫണ്ട് കൊടുക്കുകയും ചെയ്യും. പക്ഷേ അവരതിന് ശ്രമിച്ചാൽ നടക്കും. പക്ഷേ MP അതിനൊന്നും ശ്രമിക്കുന്നില്ല. പിന്നെ ഓട്ടോ തൊഴിലാളികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആനുകൂല്യങ്ങളും ഇതുണ്ട്, കേന്ദ്ര ഫണ്ടുകളുണ്ട്. ഇപ്പോൾ ബാങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ, അതിൽ ചെന്നാൽ അവർ അതിനൊന്നും അവർ സ്വീകരിക്കാൻ വരെ തയ്യാറില്ല. ഇപ്പോൾ കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികളൊക്കെ പിണറായിൻ്റെ ഔദാര്യമായിട്ടാണ് ഇവിടെ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ ഒരു പൊതുജനങ്ങളുടെ ഇടയിൽ എത്തിച്ചിട്ട് മോദിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൊതുജനങ്ങളുടെ ഇടയിൽ ശരിക്കും എത്തുന്നില്ല. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.